ഹായ്, ഡ്രീം ഇറ്റ് ബിലീവ് ഡു ഇറ്റ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പാഷൻ കണ്ടെത്തി ഡെസ്റ്റിനിയിൽ എത്താനുള്ള വഴികളും ഫോർമുലാസും ടിപ്സും സ്റ്റോറീസും സ്ട്രാറ്റജീസുമാണ് ഇത്തരം വീഡിയോകൾ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമുക്ക് ഒരു പുതിയ ടിപ്സുമായി കടന്നു വരാം. ഒരു രാജാവുണ്ടായിരുന്നു. രാജാവ് വലിയ വിശാലമായ സാമ്രാജ്യമുള്ള രാജാവായിരുന്നു. അടുത്ത പ്രദേശങ്ങളൊക്കെ വെട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രദേശങ്ങൾ വെട്ടിപ്പിടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുക. അങ്ങനെ തൊട്ടടുത്ത് ഒരു ചെറിയ ദ്വീപുണ്ട്. ആ ദ്വീപിലോട്ട് സൈന്യത്തെ പറഞ്ഞയച്ചു അത് പിടിച്ചെടുക്കാൻ. പക്ഷെ സൈന്യം ഒരുപാട് ശ്രമിച്ചിട്ടും ഏകദേശം പല തവണ യുദ്ധത്തിന് പറഞ്ഞയച്ചു വിജയിക്കാൻ സാധിച്ചില്ല. തോറ്റോടി തിരിച്ചു വന്നു. അങ്ങനെ രാജാവ് ഒരു അന്ത്യശാസനം നൽകി സേനാ നായകന്. ഇനി പിടിച്ചടക്കിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊരു അന്ത്യശാസനമാണ് നൽകിയത്. അങ്ങനെ അവര് വീണ്ടും യുദ്ധത്തിന് പോയി. സേനാനായകൻ അവിടെ ദ്വീപിൽ ചെന്ന ഉടനെ തന്നെ തന്റെ വാഹനങ്ങൾ കത്തിച്ചു അഗ്നിക്കിരയാക്കി. അങ്ങനെ യുദ്ധം നടന്നു. യുദ്ധത്തിൽ പൂർവാധികം ശക്തിയോട് പടപൊരുതി ഈ സേന വിജയിച്ചു. അങ്ങനെ ആ ദ്വീപ് പിടിച്ചടക്കി. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് വിജയിക്കാൻ അല്ലെങ്കിൽ വിജയിച്ച ആ ഘടകം ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ. അവരെങ്ങാനും ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ അവർക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല. ആ ദ്വീപിലെ സൈന്യം അവരെ കൊന്ന് കുഴിച്ചു മൂടും. ഒന്നുകിൽ പാഷനറ്റ് യുദ്ധമായിരിക്കണം, അതൊരിക്കലും നടക്കില്ല. അല്ലെങ്കിൽ there is no other option, യുദ്ധം ചെയ്യുക എന്നതിലപ്പുറം ഒരു ഓപ്ഷൻ ഇല്ല. വിജയിച്ചേ മതിയാകും. അതുകൊണ്ടാണ് അവർ വിജയിച്ചത്. ഇത്തരം ടിപ്സ് ആൻഡ് സ്റ്റോറീസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരാം. താങ്ക്സ് ഓൾ.